ഹലോ അസ്സലാമലൈക്കും. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് വണ്ടി എടുത്താണ്ട് പോവാണ്. പോണത് ഞങ്ങൾ വല്യമ്മനെ കാണാനാണ്. അതായത് ഇവിടുത്തെ അമ്മാനെ കാണാൻ. കൂട്ടിലങ്ങാടിത്തെ കുഞ്ഞാമാന്റെ ഉള്ളത്. അപ്പൊ ഉമ്മാന്റെ കയ്യുമൊക്കെ എന്തോ പട്ട ചാടിക്കണു, മുറിയെ കഴിക്കണു പറഞ്ഞാണ്ട് അങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വല്യമ്മനെ കാണാൻ വേണ്ടി പോവാണ്. ഫാർസി ഉണ്ട്. ഫാർസ വല്യമ്മനെ പോയി കണ്ടുക്കണു. ഓളെ എടുത്ത പെരീത്തെ താത്ത മരിച്ചിക്കണു ഇറങ്ങാണ്ട്. കൂട്ടിലങ്ങാടിയാണല്ലോ ഓളെ വീടും. അപ്പൊ ഓളും ഉണ്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഓള് മരിച്ച വീട്ടിലാണ് പോണു. ഓളെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മരിച്ച വീട്. കുഞ്ഞാമാന്റെ പെരന്റെ അടുത്താണ് ഓളെ വീടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഞാനിന്ന് ക്ലാസ്സിന് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഓളെ ഇറക്കിങ്ങാണ്ട് ഓളെ വീടിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഇറക്കിങ്ങാണ്ട് കുറച്ചങ്ങോട്ട് നടക്കാണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ കുഞ്ഞാമാടെ എത്തിയപ്പോൾ കുഞ്ഞാമൊക്കെ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ആശി എൻസിയും പോയിങ്ങാണ്ട് അപ്പുറത്തെ കടയിൽ നിന്ന് മുട്ടായി അടിച്ച് വന്നപ്പോൾ കുഞ്ഞാമ ഓൾക്കൊരു സാധനത്തിന് കൊടുത്തു. അണ്ണാൻകുട്ടി. കുഞ്ഞാമ്മക്ക് എവിടുന്നോ തെങ്ങിന്റെ അവിടെ നിന്ന് വീണ് കിട്ടിയതാണ്. കാക്കച്ചികൾ കൊത്തിയിട്ട് അങ്ങനെ കുഞ്ഞാമ്മ നോക്കൽ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇണങ്ങൽ തുടങ്ങിക്കണു എന്നൊക്കെ പറഞ്ഞു. അതിനായിട്ട് കുറെ നേരം എൻസ മോള് കളിച്ചിരുന്നു. ഇൻഷക്ക് പിന്നെ പെരും പേടിയായതുകൊണ്ട് ഇൻഷ അമ്മ തൊടാൻ തന്നെ വന്നില്ല. ഓൾക്ക് പെരും പേടി. ഓള് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു ഓളെ കണ്ടുകൊണ്ട്. പിന്നെ ആശിന്റെ കയ്യുമ്മ കൂടെ കുറെ നേരം നടന്നു. ഞാൻ കുറെ നേരം പിടിച്ച് അതിനായിട്ട് കളിച്ചു. കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങളെ വല്യമാന്റെ കടയിലെ വല്യമാന്റെ കയ്യുമ്മ പട്ട ചാടിയിട്ട് നല്ല മുറിയായിക്കണം. ഇന്നൊക്കെ നല്ല കെട്ടുണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ട കഴിച്ചതാണ്. ഞങ്ങൾ പിന്നെ കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അപ്പത്തിന് എന്താണെന്ന് ഉറങ്ങിയിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടു പോയത് കുഞ്ഞാമാന്റെ അടുത്ത് പൊടിയുണ്ട്. നല്ല നല്ല അരിപ്പൊടി, നല്ല കഴുകി ഉണക്കിയ അരിപ്പൊടി. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് പൊടിയൊക്കെ മേടിച്ചു. ഞാൻ നോമ്പിന്റെ മുന്നേ മേടിച്ചിരുന്നു. അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെയും മേടിച്ചു. പിന്നെ നോമ്പായിട്ട് ഞാൻ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞാമാരുടെ പൊടിയൊക്കെ മേടിച്ച് നല്ല പൊടി വേണ്ടവര് ഇതിൽ കമന്റ് ചെയ്യാം. പൊടിയൊക്കെ മേടിച്ച് ഞങ്ങൾ പോന്നപ്പോ പിന്നെ ഞങ്ങൾ നിതനെ കിട്ടി. മക്കരപ്പറമ്പത്ത് നിത ബസ് ഇറങ്ങാൻ വേണ്ടി നിന്നിരുന്നു. അപ്പോൾ ഓളി എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഓളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. അസ്സലാമലൈക്കും.